എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പുതിയ സർക്കുലർ ഇറക്കിയിരുന്നു. ഈ സർക്കുലർ ബാധകമാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ്. ഈ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇനിമേലിൽ നമ്മുടെ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ അഡ്രസ്സ് ചെയ്ത് ഏതെങ്കിലും ഒരു കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ പരാതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കമ്മ്യൂണിക്കേഷനുകളും നടത്തുമ്പോൾ അതിൽ ഈ കൂട്ടരെ പരാമർശിക്കുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എന്നുള്ള ഒരു വാക്ക് അവരുടെ ഡെസിഗ്നേഷന് മുമ്പ് ചേർക്കണം എന്നുള്ളതാണ്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊക്കെ വേണം ഇനിമേലിൽ പറയാൻ. പലരും ഇത് അവരുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ അതിനിമേൽ നിർബന്ധമാക്കിക്കൊണ്ട് അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുത് എന്ന് ആൾക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ ഭാഗമായി ഈ ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ ആധുനിക നവോത്ഥാന കേരളത്തിൽ ഇങ്ങനെയൊരു സർക്കുലറിന് പ്രസക്തിയുണ്ടോ? നമ്മളൊരു രാജവാഴ്ച കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊളോണിയൽ രീതിയിലത്തേക്ക് തിരിച്ചു പോകേണ്ടുന്ന ആവശ്യമുണ്ടോ? അതോ എല്ലാവരും തുല്യരായി തന്നെ കാണപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമൂഹവും അതിൻ്റെ പരിച്ഛേദം എന്നോണമുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദവുമാണോ നമുക്കുണ്ടാകേണ്ടത്? തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ അർഹിച്ച പ്രാധാന്യത്തോടു കൂടി തന്നെ പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഇത് ഓരോന്നും അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ. നോക്കാം. ഈ ഒരു ഉത്തരവ് ഈ ഓഗസ്റ്റ് മാസം 30 ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് ഇങ്ങനെയാണ്. ഇത് ആർക്കു വേണ്ടിയിട്ടാണ് എന്നീ സർക്കുലറിൽ വിഷയം എന്നുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങളിൽ മറുപടി നൽകുന്നത് മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ തന്നെ കത്തുകൾ അയക്കാറുണ്ട്. അതിന് മറുപടി നൽകുമ്പോൾ ഉദ്യോഗസ്ഥർ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ, പരാതികൾ എന്നിവ പരിശോധനാ വിധേയമാക്കിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി നിവേദകർക്കും അപേക്ഷകർക്കും നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ ബഹുമാന സൂചകമായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട എന്ന് നീട്ടി എഴുതേണ്ടുന്ന ആവശ്യമില്ല, ബഹു എന്നെഴുതിയിട്ട് ഒരു കുത്തിട്ടാൽ മതി എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കുലറിൻ്റെ പകർപ്പ് ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന് സെക്രട്ടേറിയറ്റിലെ നിയമം, ധനകാര്യം ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകൾക്കും സെക്ഷനുകൾക്കും. അപ്പോൾ എല്ലാ വകുപ്പുകൾക്കും സെക്ഷനുകൾക്കുമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നിയമത്തിനെയും ധനകാര്യത്തിനെയും പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഈ രണ്ട് വകുപ്പുകൾക്ക് മുഖ്യമന്ത്രിയോടോ മറ്റ് മന്ത്രിമാരോടോ എന്തെങ്കിലും തരത്തിലുള്ള ബഹുമാനക്കുറവ് മുമ്പ് സൂചിപ്പിച്ചതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും മറ്റ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ഇനിമേലിൽ സംബോധന ചെയ്യുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എന്ന് ആദരസൂചകമായി അവരുടെ പേരിന് മുന്നിൽ, ആ ഡെസിഗ്നേഷന് മുന്നിൽ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന സർക്കുലറിൽ തന്നെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും മറ്റ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും എന്നാണ്. അല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മളത് പാലിക്കാനായിട്ട് വിട്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. കാരണം സ്വാഭാവികമായിട്ട് ഈ ബഹു എന്നുള്ള ഒരു പദം ഇങ്ങനെ ചേർക്കണം എന്നുള്ള ഒരു ബോധം ഇതിറക്കുന്ന അണ്ടർ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു പകർപ്പ് ഭാഗത്തും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴും ബഹു എന്നുള്ള ഒരു പദം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത് ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ളത് നമ്മുടെ അണ്ടർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഇങ്ങനെ ഉത്തരവിൻ പ്രകാരം ഒരു സെക്ഷൻ ഓഫീസറാണ് ഈ ഒരു കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് ഉയർത്തുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളാണ്. ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടതും ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇത് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൽ ഒന്നാമത്തെ പ്രശ്നം, ഇങ്ങനെ നിർബന്ധമായിട്ട് ബഹുമാനാർത്ഥം ബഹു എന്നെഴുതിയിട്ട് ഒരു കുത്തിടണം എന്ന് ഒരു ഓർഡറായിട്ട് ഇറക്കുന്ന സമയത്ത് അത് ഒരു എലീറ്റിസ്റ്റ് കൾച്ചറിന് കാരണമാകുന്നു എന്ന് നമുക്കറിയാം. ജനാധിപത്യത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഹൈറാർക്കി നിലവിലുണ്ട്. പക്ഷേ അത് അവിടെ നിന്ന് വളർന്ന് ഒരു എലീറ്റിസ്റ്റ് കൾച്ചറിലേക്ക് മാറുക എന്നുള്ളത് പൊതുവേ നമ്മളങ്ങനെ കാണാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യം വാഴുന്ന പൊന്നുതമ്പുരാൻ എന്ന് രാജാവിൻ്റെ പേരിന് മുമ്പ് ചേർക്കണം എന്ന് പറയുന്നത് പോലെ വളരെ നിർബന്ധമായിട്ട് ബഹു എന്നെഴുതിയിട്ട് ഒരു കുത്തിട്ടിട്ട് മുഖ്യമന്ത്രി എന്നും മന്ത്രിമാരെന്നും ഒക്കെ പറയണം എന്ന്
ഒരു സർക്കുലറായിട്ട് ഇറക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട്. അത് ഈ ഹൈറാർക്കി സിസ്റ്റത്തിനെ കൂടുതൽ ദൃഢപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒപ്പം അത് ഒരു എലീറ്റിസ്റ്റ് കൾച്ചറിന് വഴി തുറക്കുന്ന ഒരു കാര്യവുമാണ്. പലപ്പോഴും ഒരു രാജാവിനെ പോലെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുന്നു എന്ന വിമർശനം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് എപ്പോഴും ഒരു സുരക്ഷാ വൃന്ദമുണ്ടായിരിക്കും. പണ്ടുകാലത്തെ നാട്ടുരാജാക്കന്മാരാണെങ്കിലും നാടുവാഴികളാണെങ്കിലും ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, ഒരു സുരക്ഷാ വൃന്ദമൊക്കെ എല്ലായ്പ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും. രാജാവ് അത്രയേറെ ആക്സസിബിൾ ആയിരിക്കില്ല. അതേപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും അത്ര പെട്ടെന്ന് ആക്സസിബിൾ അല്ല എന്ന് നമുക്കറിയാം. ഈ രാജാവിനെ പല്ലക്കിലും മറ്റും ഏന്തിക്കൊണ്ട് ആൾക്കാർ പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് ആൾക്കാർ മാറി നിൽക്കുന്നതിന് വേണ്ടി ഹൊയ് ഹൊയ് എന്ന് വിളിച്ചിട്ടാണ് ഈ പല്ലക്കും കൊണ്ട് ആൾക്കാർ പോകുന്നത്. അതിനു മുമ്പും ഈ ഹൊയ് ഹൊയ് വിളിച്ച് ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ തന്നെ എസ്കോർട്ട് സർവീസസ് ഉണ്ട്. മുൻപ് പോലീസുകാർ ഈ നിലവിളി ശബ്ദമൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാരെ വഴിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി പോകാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും രാജഭരണത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പല സംവിധാനങ്ങളും ഇന്നത്തെ ആധുനിക ജനാധിപത്യ സമ്പ്രദായത്തിലും ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിടത്തോളം അത് കുറച്ച് കേരളത്തിൽ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരു പ്രകടമായ വ്യത്യാസം, ചുരുങ്ങിയത് തിരുവിതാംകൂറിലെങ്കിലും പൗരപ്രമുഖരെ മാത്രമായിരുന്നില്ല രാജാവ് കാണുന്നത്. സാധാരണക്കാരായിട്ടുള്ള പ്രജകളെയും അദ്ദേഹം കാണുമായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ പലപ്പോഴും പൗരപ്രമുഖരെ മാത്രമാണ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കാണുന്നത് എന്നുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട്. സാധാരണയായി ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെയോ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളിനെയോ ഒക്കെ തന്നെ നമ്മളൊരു ജനസേവകൻ എന്ന അർത്ഥത്തിലാണ് കാണുക. പക്ഷേ ഇവിടെ ഒരു ഹൈറാർക്കിയും ഒരു എലീറ്റിസ്റ്റ് കൾച്ചറും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനസേവകൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു രാജാവിന് സമാനമായിട്ടുള്ള ഒരു സീറ്റിലേക്ക് ഇവരെയൊക്കെ തന്നെ ഇരുത്തുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം ഇനി ഇങ്ങനെ വേണം അഭിസംബോധന ചെയ്യാൻ, അത് ബഹുമാന സൂചകമാണ് എന്ന് പറയുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തന്നെ ബഹുകൂത്ത് മുഖ്യമന്ത്രി, ബഹുകൂത്ത് മന്ത്രി എന്നൊക്കെ പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്നത്. സത്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പെക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു പബ്ലിക് ഓഫീസിന് അതിനർഹമായിട്ടുള്ള പ്രാധാന്യം, അതിനർഹമായിട്ടുള്ള ബഹുമാനം അതൊക്കെ തന്നെ എല്ലാ മേഖലകളിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും കൂടാതെ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു ഓഫീസിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു റെസ്പെക്റ്റിനെ പേഴ്സണൽ ഗ്ലോറിഫിക്കേഷൻ എന്ന രീതിയിലത്തേക്ക് കൊണ്ടുപോയി വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു ഓർഡറിലൂടെ നമ്മൾ കാണുന്നത്. ഇത് ഒരുതരം മാടമ്പിത്തരമാണ്, ഒരുതരം ഫ്യൂഡൽ മനോഭാവമാണ്. ഉദ്യോഗസ്ഥരായിക്കോട്ടെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ അവരെല്ലാവരും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി അതിനെ സെർവ് ചെയ്യുന്ന, പൊതുജനങ്ങളെ സെർവ് ചെയ്യുന്ന ജനസേവകരാണ്. അതല്ലാതെ ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സേവകർ എന്ന രീതിയിലല്ല നമ്മുടെ ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കും അവരർഹിക്കുന്ന ഡിഗ്നിറ്റി അഥവാ അന്തസ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. മറിച്ച് ഇവിടെ ഒരു അനാവശ്യ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിനെ ഇമ്പോസ് ചെയ്തുകൊണ്ട് അതിൽ ഒരു വലിയ വേർതിരിവ് ഉണ്ടാക്കുന്നതിനും ഞങ്ങളെന്തോ ഒരു പ്രത്യേക എലീറ്റ് ക്ലാസ് ആണ് എന്നൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിനുമുള്ള ഒരു ശ്രമമായി കൂടി ഇത്തരത്തിലുള്ള ഒരു സർക്കുലറിനെ നമ്മൾ കാണേണ്ടതാണ്. ഇതെല്ലാം തന്നെ നടക്കുന്നത് വളരെ പ്രോഗ്രസീവ് എന്ന് പറയുന്ന, വളരെ പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന ഒരു സമൂഹം എന്ന് സ്വയം പറയുന്ന, പ്രബുദ്ധ മലയാളികൾ എന്ന് നമ്മൾ സ്വയം പറയുന്ന, നവോത്ഥാനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ആധുനിക സമൂഹം എന്നൊക്കെ നമ്മൾ സ്വയം മേനി നടിക്കുന്ന ഒരു സംവിധാനത്തിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. ഇതേ ബഹുമാനം മറ്റുള്ള പദവികളിലുള്ള ആൾക്കാർക്ക് ആവശ്യമില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രമേ ആദരപൂർവകമായിട്ടുള്ള ഒരു പ്രീഫിക്സ് അല്ലെങ്കിൽ ഒരു ഓണറിഫിക് ഒക്കെ തന്നെ ആവശ്യമുള്ളൂ. മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതേപോലെയുള്ള അന്തസ്സില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് കളക്ടർ അല്ലെങ്കിൽ സെക്രട്ടറിമാർ, മറ്റു ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ തന്നെ ബഹുമാനപ്പെട്ട എന്ന് പറയണ്ട എന്ന രീതിയിലത്തേക്ക് ഇവർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അഥവാ 1-2 കാറ്റഗറിയിലുള്ള ആൾക്കാരെ മാത്രം ബഹുമാന സൂചകമായിട്ട് അവരുടെ പേരിന് മുമ്പ് മാത്രം ഇങ്ങനെ ഒരു ഓണറിഫിക് ചേർക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ സാധാരണ ബഹുമാനം അർഹിക്കുന്നവരും ഞങ്ങൾ പ്രത്യേക തരത്തിലുള്ള ആദരവ് അർഹിക്കുന്നതുമായിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് എന്ന് ആരെങ്കിലും ധരിച്ചു വശായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ബഹുമാനാർത്ഥമുള്ള ഒരു പദപ്രയോഗം മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ ഒക്കെ ഡെസിഗ്നേഷന് മുമ്പ് ഉണ്ടാകണം എന്നുള്ള ഒരു തരത്തിലുള്ള ഭരണഘടനാ നിർദ്ദേശവും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പതിവല്ലാത്തതും നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്നതുമല്ലാത്ത ഒരു പ്രീഫിക്സ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പദവികൾക്ക് മുന്നിൽ ചേർക്കണം എന്നുള്ള ഒരു ചിന്ത ആരുടെ, ഏത് വിശേഷപ്പെട്ട തലയിലാണ് ഈ ഒരു ബുദ്ധി ഉദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഒന്നുകിൽ പാദസേവകനായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അതല്ല എങ്കിൽ താൻ ജനങ്ങളെക്കാളും ഉദ്യോഗസ്ഥരെക്കാളും ഒക്കെ അല്പം കൂടിയ ക്ലാസ്സാണ് എന്ന് ചിന്തിക്കുന്ന ഏതോ ഒരു ജനപ്രതിനിധി.
ഇങ്ങനെയുള്ള 2 പോസിബിലിറ്റികളാണ് ഇതിലുള്ളത്. ഇതിൽ ആരുടെ തലയിലാണ് ഈ ആശയം ഉദിച്ചത് എങ്കിലും അത് നല്ലതിനല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത് വളരെ മോശമായിട്ടുള്ള ഒരു കൾച്ചറാണ്. നമ്മുടെ നാടിന് ഒരുപക്ഷെ സ്വീകാര്യമല്ലാത്ത ഒരു കൾച്ചറാണ് അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരുപക്ഷെ പണ്ടത്തെ കാലത്തായിരുന്നുവെങ്കിൽ ഈ ആശയം ആരുടെ തലയിലാണോ മുട്ടിട്ടത് ആ ആളിന് ഒരുപക്ഷെ ഒരു പട്ടും വളയുമൊക്കെ പൊന്നുതമ്പുരാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊക്കെ തന്നെ മറ്റ് തരത്തിലുള്ള സർവീസുകളായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് പല ഉദ്യോഗസ്ഥരുടെയും ട്രാക്ക് റെക്കോർഡുകളും അവർ സർവീസിൽ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സംരക്ഷിക്കപ്പെടുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പണ്ട് കാലത്ത് പട്ടും വളയുമായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് സൈക്കോഫൻറ്റുകളായിട്ടുള്ള പാദസേവകരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് തരത്തിലുള്ള പ്രിവിലേജുകളാണ് കിട്ടുന്നത് എന്നുള്ളത് ആരുടെയും ഉദാഹരണം പ്രത്യേകിച്ച് പറയാതെ തന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത്. സത്യത്തിൽ ഇവിടെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതായിട്ടുള്ള 100 കൂട്ടം വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ പബ്ലിക് വെൽഫെയറുമായി ബന്ധപ്പെട്ടത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്, സാമ്പത്തിക സഹായം ആവശ്യമുള്ള ആൾക്കാർ, ഡ്യൂ ആയിട്ടുള്ള കുറേ ബെനിഫിറ്റുകൾ കിട്ടാത്ത ആൾക്കാർ, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ ഒരുപക്ഷെ അടിയന്തര ശ്രദ്ധ ഉദ്യോഗസ്ഥരുടേത് പതിയേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ പോകുന്നതിന് പകരം ഇവിടെ ബഹു എഴുതിയിട്ട് കുത്തിട്ടിട്ടുണ്ടോ, അത് എത്ര തവണ ഇട്ടിട്ടുണ്ട്, എത്ര തവണ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഈ ഒരു മറുപടിയിൽ പരാമർശിച്ചിട്ടുണ്ട്, ആ സമയത്തെല്ലാം ബഹു കുത്ത് ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർ സമയം കണ്ടെത്തണം, അതിനുവേണ്ടി അനാവശ്യമായിട്ട് സമയം പാഴാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നാഴികയ്ക്ക് 40 വട്ടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്നൊക്കെ പറഞ്ഞ് എഴുതുകയോ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ബഹുമാനം എന്നുള്ളത് അങ്ങനെയൊന്നും കിട്ടില്ല എന്നുള്ളത് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്ന ആൾക്കാരും ഈ ഉത്തരവ് കണ്ട് സംതൃപ്തരായിരിക്കുന്ന ആൾക്കാരും ഒരേപോലെ മനസ്സിലാക്കേണ്ടതാണ്. ബഹുമാനം എന്ന് പറയുന്നത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്, അതല്ലാതെ പിടിച്ചു വാങ്ങേണ്ടതല്ല. നിങ്ങൾ കമാൻഡ് ചെയ്യുന്നതാണ് റെസ്പെക്റ്റ്, അതല്ലാതെ ഡിമാൻഡ് ചെയ്യുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കമാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്ക രീതിയിലുള്ള സ്വീകാര്യത നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഈ സമൂഹത്തിൽ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിരുന്ന സ്വപ്ന സുരേഷ് എല്ലായ്പ്പോഴും മുഖ്യമന്ത്രിയെക്കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ അത്രയും തവണയും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ. അവരേതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹോണറബിൾ മിനിസ്റ്റർ എന്നാണ് പറയുക. സ്പീക്കറെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹോണറബിൾ സ്പീക്കർ എന്നാണ് പറയുക. അത് 100 തവണ പറഞ്ഞാലും 100 തവണയും കൃത്യമായിട്ട് വിട്ടുപോകാതെ ഹോണറബിൾ എന്ന് സ്വപ്ന സുരേഷ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സ്പീക്കറുടെയോ ഒക്കെ പേര് പറയുന്നതിന് മുമ്പ് ഒരു തവണയല്ല 50 തവണ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞാലോ ബഹു എഴുതി കുത്തിട്ടാലോ അവർക്കുള്ളത് ബഹുമാനമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സർക്കുലറിൽ അടിച്ചു വെച്ചതുകൊണ്ടോ അതിൻ്റെ പേരിൽ ഇനിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനിലും ബഹുകുത്ത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുകൊണ്ടോ ഇനി വാക്കാൽ പറയുന്ന സമയത്ത് നിർബന്ധമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടോ ഒരാൾ ബഹുമാനിതനാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആ ബഹുമാനം എന്നുള്ളത് നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള നൂതനമായിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ ആരുടെ തലയിലാണോ മുട്ടിടുന്നത്, അതാരാണോ സർക്കാരിനോട് പറയുന്നത്, ഇങ്ങനെയുള്ള തണ്ടുതുരപ്പന്മാരാണ് സത്യത്തിൽ ഈ സർക്കാരിനെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുന്നത് എന്ന് വേണം പറയാൻ. ആ ആത്മാർത്ഥത കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഓർഡറിൽ പോലും മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ പദവികൾക്ക് മുന്നിൽ ബഹുമാനപ്പെട്ട എന്ന് എഴുതി ചേർക്കാത്തത്, അഥവാ ബഹു എഴുതി കുത്തിടാത്തത്. എന്തായാലും ഇതൊന്നും തന്നെ കേരളീയ പൊതുസമൂഹത്തിന് നല്ലതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ബഹുക്കുത്ത് മുഖ്യമന്ത്രിക്കും ബഹുക്കുത്ത് മന്ത്രിമാർക്കും ബഹുക്കുത്ത് ഉദ്യോഗസ്ഥർക്കും എന്നോട് ഒരു തിരുവുള്ളക്കേടും ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.